വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ ലൂപ്പ് ആയിരുന്നു. ഓക്കെ, ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇതുവരെ എടുത്ത ടോപ്പിക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുവരെ നമ്മൾ എടുത്തത് ഡാറ്റ ടൈപ്സ്, ഇൻറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ രണ്ട് ഡാറ്റ ടൈപ്സ്, പിന്നെ അതുപോലെ തന്നെ ഇഫ് എൽസ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഫോർ ലൂപ്പ്, ഓക്കെ, പിന്നെ ഒരു BMA കാൽക്കുലേറ്റർ. ഓക്കെ, ഇത്ര പോർഷൻസ് ആണ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ വൈൽ എടുക്കണം, ഡു വൈൽ, പിന്നെ അതുപോലെ തന്നെ അറേ, ക്യാരക്ടർ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷൻസ് ഉണ്ട്. ഇത്രയും ടോപ്പിക്സ് നമുക്ക് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ ഇൻഡെപ്തിലേക്ക് പോകാം. നമ്മൾ എപ്പോഴും പറയും ഇൻഡെപ്തിലേക്ക് പോകാമെന്ന്. നമുക്ക് ഇത്രയും കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ കോർ കൺസെപ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ആഷ് ഇൻക്ലൂഡ് stdio.h എന്താണ്, അതേപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ 0 അതൊക്കെ കൊടുക്കുന്നത് എന്നാന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈമിൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഫോർ ലൂപ്പ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് ഒരു ഒന്നുകൂടി ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് കൊടുക്കുക. അതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, ഇൻറ്റ് ഐ അസൈൻ 0. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട ഇൻറ്റ് ഐ എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഐ അസൈൻ 0, അതിനുശേഷം ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ ഒരു പ്രിന്റ് എഫില് നമ്മളൊരു %d നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഐനെ നമ്മൾ പ്രിന്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്യാം. സി സെലക്ട് ചെയ്തു, അല്ലേ 0 1 2 3 4. ഇതെങ്ങനെ വർക്കായെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. ഓക്കെ, അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് പോയിട്ട് നോക്കിയിട്ട് വരാം. ഇവിടെ നോക്കി നോക്കൂ, ഫോർ ഐ അസൈൻ 0, ഐയുടെ വാല്യൂ ഇപ്പൊ എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇന്റിജർ ആണ്, ഒരു നമ്പർ ആണ്, അതുകൊണ്ടാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് ഇന്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ത് കൊടുത്തു, ഐ അസൈൻ 0, ഐ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്തു, അസൈൻ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, 0 ലെസ് ദാൻ 5, 0ന്റെ വാല്യൂ 5നേക്കാൾ ചെറുതാണെന്ന് ചെക്ക് ചെയ്തു. ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും, താഴത്തെ കോഡ് വർക്കാവും. അതിൽ ഇപ്പൊ എന്ത് വാല്യൂ ഉള്ളത്, 0. ആ 0 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആദ്യം വർക്ക് ആയിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവുക എന്ന് പറഞ്ഞാൽ ഐ അസൈൻ ഐ പ്ലസ് 1 ആണ്. ഓക്കെ, 1 ആയി. 1 ലെസ് ദാൻ 5 ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. നേരെ എന്ത് ചെയ്തു, അടുത്ത ഐ 1 പ്രിന്റ് ആയി. വീണ്ടും എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ എന്തായി, 2 ആയി. 2 ലെസ് ദാൻ 5 ആണോ, 2 ലെസ് ദാൻ 5 ആണ്, കണ്ടീഷൻ കറക്റ്റ് ആണ്. എന്ത് ചെയ്യും, തൊട്ട് ലൈനിൽ 2 പ്രിന്റ് ആയി. വീണ്ടും എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ 5 ആണ്, കണ്ടീഷൻ കറക്റ്റ് ആയി, 3 പ്രിന്റ് ആയി. അങ്ങനെ എന്ത് വരും, 4 വരെ വരും. 5 ആവുമ്പോൾ എന്ത് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആയി. കാരണം 5 ലെസ് ദാൻ 5 എന്താണ്, കണ്ടീഷൻ കറക്റ്റ് അല്ല, ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് പുറത്തു പോകും. ഇതായിരുന്നു നമ്മുടെ ലൂപ്പിന്റെ കൺസെപ്റ്റ് പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്നത് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ആണ്. വൈലും ഡു വൈലും കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് പോവാം. അറേയും കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഫംഗ്ഷൻസ് പറയാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഫോർ ലൂപ്പിന്റെ സിന്റാക്സും വർക്കിംഗ് മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൈൽ ലൂപ്പിൽ ഇൻറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ഇൻറ്റ് ഐ അസൈൻ 0. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യലൈസേഷൻ ആദ്യം തന്നെ നടത്തി. ഐയിലേക്ക് എന്ത് ചെയ്തു, 0 എന്ന് പറഞ്ഞ വാല്യൂസിനെ അസൈൻ ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഞാനിവിടെ വൈൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഓക്കെ, നമ്മളൊരു വൈൽ എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഐ ലെസ് ദാൻ എന്ത് കൊടുത്തു, 5 എന്ന് കൊടുത്തു. നെക്സ്റ്റ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് എഫിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ആ ഒരു ഐനെ പ്രിന്റ് ചെയ്തു, ഐ. അതിനുശേഷം എന്ത് കൊടുത്തു, ഞാനിവിടെ ഐ പ്ലസ് പ്ലസ് കൊടുത്തു, അപ്ഡേഷൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കോഡ് വർക്ക് ചെയ്യണതെന്ന്. ജസ്റ്റ് റൺ കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, അത് സെമിക്കോളൻ ഇടാൻ കേട്ടോ. നമ്മൾ എപ്പോഴും സിയിൽ ഒരു ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സെമിക്കോളൻ മസ്റ്റ് ആണ്. ജസ്റ്റ് റൺ ചെയ്യാം, കണ്ടില്ലേ 0 1 2 3 4. അപ്പോൾ ഫോർ ലൂപ്പ് മനസ്സിലായ ആൾക്കാർക്ക് ഈ ഒരു കോഡ് എങ്ങനെയാണ് വർക്കായി നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഐയിൽ എന്ത് ചെയ്തു, 0 എന്ന് പറഞ്ഞ വാല്യൂ ഐയിലേക്ക് അസൈൻ ചെയ്ത് വെച്ചു. നെക്സ്റ്റ് എന്ത് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, 0 ലെസ് ദാൻ 5, 0 5നേക്കാൾ ചെറുതാണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. കണ്ടീഷൻ കറക്റ്റ് ആയി എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ പ്രിന്റ് ആയി. പിന്നെ എന്ത് ചെയ്തു, ഐ ഒന്ന് ഇൻക്രിമെന്റ് ആയി. എന്ന് വെച്ചാൽ ഐ പ്ലസ് പ്ലസ് മീൻസ് ഐ അസൈൻ ഐ പ്ലസ് 1 ആണ്. ഐയുടെ വാല്യൂ എന്തായി, 1 ആയി. 1 ആയി എന്ത് ചെയ്തു, വീണ്ടും നേരെ ഇതിലേക്ക് കോഡ് വന്നു. എന്ത് ചെയ്തു, 1 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്തു, കണ്ടീഷൻ കറക്റ്റ് ആണ്, 1 പ്രിന്റ് ആയി.
നേരെ എന്ത് ചെയ്തു ഐ പ്ലസ് പ്ലസ് ചെയ്തു, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആയി. ഓക്കെ, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി. വീണ്ടും എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ആയപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. 2 ലെസ് ദാൻ 5, 2 ലെസ് ദാൻ 5 ആയി എന്ത് ചെയ്തു ഇവിടെ 2 പ്രിന്റ് ആയി. ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ആയി 3 ആയി. 3 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്. വീണ്ടും എന്ത് ചെയ്തു ഇവിടെ 3 പ്രിന്റ് ആയി, താഴെ വന്നു എന്ത് ചെയ്തു അപ്ഡേഷൻ വന്നു 4 ആയി. എന്തായി 4 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്. ഐയുടെ വാല്യൂ എന്തായി 4 ആയി. പിന്നെ എന്ത് ചെയ്തു ഐ പ്ലസ് പ്ലസിലേക്ക് വന്നു, ഐയുടെ വാല്യൂ 5 ആയി. 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആയി, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പുറത്തു വന്നു. ഇതാണ് വൈൽ ലൂപ്പിന്റെ ആ ഒരു കൺസെപ്റ്റ്. ഫോർ ലൂപ്പിന്റെ പോലെ തന്നെ എല്ലാം ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂവിനെ അസൈൻ ചെയ്യാനോ കണ്ടീഷൻ ചെക്ക് ചെയ്യാനോ അപ്ഡേഷൻ ചെയ്യാനോ പറ്റില്ല. ഓരോന്നും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എവിടെ നടക്കുന്നത്, വൈൽ ലൂപ്പിൽ നടക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത് എങ്ങനെയാണ് അത് വർക്കിംഗ് ചെയ്യണതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് എന്ത് ഡു വൈൽ എന്ന് പറഞ്ഞ സെക്ഷൻ. ഡു വൈൽ ഈ ഒരു വൈൽ ലൂപ്പിന്റെ പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു സാധാരണ പോലെ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇന്റ് ഐ അസൈൻ 0. അതിനുശേഷം എന്ത് ചെയ്തു നമ്മൾ ഡു എന്ന് പറഞ്ഞ ഒരു കീവേഡ് കൊടുത്തു ഡു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു ജസ്റ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണത്, നമ്മൾ പ്രിന്റ് എഫില് നമ്മൾ എന്ത് കൊടുത്തു, നമ്മൾ ആ ഒരു ഐനെ നമ്മളിവിടെ പ്രിന്റ് ചെയ്തു ഐ. ഓക്കെ, നെക്സ്റ്റ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ വന്നിട്ട് ഐ പ്ലസ് പ്ലസ് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. ഓക്കെ, വൈലില് നമ്മൾ എന്ത് ചെയ്തു ഐ ലെസ് ദാൻ 5 ആണോ എന്ന്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്യാം. കണ്ടില്ലേ 0 1 2 3 4. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 10 ആണ് കൊടുത്തതെങ്കിൽ എന്ത് വരും 10 വരെ വരും. ഇവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. കണ്ടില്ലേ 0 1 2 3 4 5 6 7 8 9 വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് കൊടുത്തു 5 എന്ന് കൊടുത്തു. ആദ്യം നോക്കി നോക്കൂ ഇന്റ് ഐ അസൈൻ 0. ഐ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്ത് ചെയ്തു 0 എന്ന് പറഞ്ഞ വാല്യൂസിനെ ഐയിലേക്ക് അസൈൻ ചെയ്തു. അതിനുശേഷം ഡു എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു ഡയറക്റ്റ് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യണേക്ക് മുന്നേ എന്ത് ചെയ്തു അതിന് പ്രിന്റ് ചെയ്തു. നമ്മൾ ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യാറുള്ളൂ. പക്ഷെ ഡു ലൂപ്പിൽ നോക്കി നോക്കൂ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു നമ്മുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ്, ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി 1 ആയി. 1 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. പിന്നെ എന്ത് ചെയ്തു ഇവിടെ നേരെ മുകളിലേക്ക് വന്നിട്ട് ഐ 1 പ്രിന്റ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും നേരെ മുകളിലേക്ക് വരും, എന്ത് 2 പ്രിന്റ് ആവും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും ഐയുടെ വാല്യൂ 3 ആവും. 3 ലെസ് ദാൻ 5 ആണോ ചെക്ക് ചെയ്യും, കണ്ടീഷൻ കറക്റ്റ് ആണ്. ഐയുടെ വാല്യൂ 3 ആവും. വീണ്ടും ഇൻക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ 4 ആവും. 4 ലെസ് ദാൻ 5 ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. ഇവിടെ 4 പ്രിന്റ് ആവും. വീണ്ടും എന്ത് ചെയ്യും ഐ ഇൻക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ 5 ആവും. 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് പുറത്ത് പോകും. അപ്പോൾ വൈൽ ലൂപ്പും ഡു വൈലും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു, ഇപ്പോൾ ഐയുടെ വാല്യൂ ഒരു 1 എന്ന് കൊടുത്തു. ഓക്കെ, 1 അല്ല 5 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് ഞാനിവിടെ 5. ആക്ച്വലി ഈ ഒരു കോഡ് വർക്ക് ചെയ്യാൻ പാടാത്ത കണ്ടില്ലേ 5 ലെസ് ദാൻ 5 നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പാടാത്തതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനേക്ക് മുന്നേ ഒരു വട്ടം എന്ത് ചെയ്യും ആ ഒരു കോഡ് ഇവിടെ എക്സിക്യൂട്ട് ആവും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ 5 എന്നോട് എക്സിക്യൂട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഐയിൽ 5 ഉണ്ട്, പിന്നെ ഡു ലൂപ്പിലേക്ക് വന്നു. ഡു ലൂപ്പിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ് 5. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 6 ആയി. 6 ലെസ് ദാൻ 5 ആണോ, അല്ല, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്ത് പോയി. ഇനി ഞാനിവിടെ 4 വെച്ചാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് ആയിരിക്കാം, ഇവിടെ 4 വെച്ചാലല്ലേ ഒരൊറ്റ വട്ടം മാത്രമാണ് കോഡ് റൺ ആയിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ആദ്യം ഐയിൽ എന്ത് ചെയ്തു 4 എന്ന് പറഞ്ഞ വാല്യൂവിനെ അസൈൻ ചെയ്ത് വെച്ചു. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് 4 പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, എന്തായി 4 5 ആയി. 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആണ്, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഒരു വട്ടം. അപ്പോൾ ഞാനിവിടെ 3 കൊടുത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക, 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആദ്യം ഇവിടെ 3 പ്രിന്റ് ആവും. അതിനുശേഷം 3 ഇൻക്രിമെന്റ് ആവും, 4 ആവും. അപ്പോൾ 4 ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യും, കണ്ടീഷൻ കറക്റ്റ് ആണ്. നേരെ എന്ത് ചെയ്യും 4 പ്രിന്റ് ആവും. പിന്നെ എന്ത് ചെയ്യും വീണ്ടും ഇൻക്രിമെന്റ് ആയിട്ട് 5 ആവും. 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആവും, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തു പോകും. അപ്പോൾ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 3 4 എന്ന് 2 വാല്യൂസ് വരും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ 3 4 എന്നിട്ട് 2 ആൻസർ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലൂപ്പിന്റെ കൺസെപ്റ്റ്. ഇത്രേന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്സ് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്സ് നമുക്ക് പറയാനുള്ളത് അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റ് ആണ് അറേ. ഓക്കെ, ഓൾറെഡി കോഡിംഗ് ഒക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ +2 കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കോഡിംഗ് കുറച്ച് നോക്കിയ ആൾക്കാർക്ക് ഒരുപാട് കേട്ടൊരു ടോപ്പിക്സ് ആയിരിക്കും അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ,
ഈ ഒരു അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മേ ബി നിങ്ങളിപ്പോൾ ഒരു +1 +2 ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയെങ്കിലും നിങ്ങൾക്ക് ഈ അറേ എന്താണെന്ന് പല ആൾക്കാർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഞാനൊരു സിമ്പിൾ ആയിട്ട് പറയാം, അറേ എന്താന്ന് പറയാം. ഓക്കെ, അറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് I assign 0, എനിക്ക് ഒരു വാല്യൂ അല്ലേ വെക്കാൻ പറ്റുള്ളൂ. എനിക്കിവിടെ കോമൺ ഇട്ട് 12, 45, 67 ഇങ്ങനെ കൊടുത്തു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാനിവിടെ പ്രിന്റ്എഫിൽ ജസ്റ്റ് ഒന്ന് റൺ ചെയ്തു. %d എന്ത് കൊടുത്തു, I എന്ന് പ്രിന്റ് ചെയ്തു. എനിക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക, എനിക്ക് എറർ ആയിരിക്കും ഔട്ട്പുട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ എക്സ്പെക്റ്റഡ് ഐഡന്റിഫയർ ഓർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ, എനിക്ക് ഇവിടെ ഒരു എറർ പോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടിയും പറയാം, ഒന്നിൽ കൂടുതൽ ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം, അതാണ് അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് വെക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. വേരിയബിളിന്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമല്ലോ, ഞാൻ എ എന്ന് കൊടുത്തു. എന്നിട്ട് എത്ര ഡാറ്റാസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഒരു 5 ഡാറ്റാസ് ആണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എ ഇടുക, ഒരു സ്കോർ ബ്രാക്കറ്റ് ഇടുക, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, എത്ര ഡാറ്റാസ് ആണോ സ്റ്റോർ ചെയ്യേണ്ടത് അതിന്റെ ലിമിറ്റ്, ഇതിനെ അറേ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, എത്ര എണ്ണത്തിന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിവിടെ 5 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്തു, ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഓരോ ഈ ഇൻറ്റ് എ എന്ന് പറഞ്ഞ ഒരു ഒറ്റ വേരിയബിളിലേക്ക് എനിക്ക് എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു അറേയിൽ ഞാനിവിടെ A0, ഓക്കെ, ഞാൻ ആദ്യം സൈസ് എത്രയാണ്, 5 ആണ്. ഓക്കെ, എന്ത് ചെയ്തു, A0 ഈ അറേ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഡാറ്റാസിന് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അപ്പോൾ അതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഡാറ്റാസിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോ ഡാറ്റാസിനെയും ഈ ഒരു അറേ ഓരോ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4, 5 ഇത്രയാണ് അതിന്റെ സ്പേസ് ഉള്ളത്. അപ്പോൾ ഓരോ പൊസിഷനിലും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വാല്യൂസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ A0 ഞാൻ എന്ത് ചെയ്തു, 100നെ വെച്ചു. A1 ഞാൻ എത്ര വെച്ചു, ഒരു 300 വെച്ചു. അതേപോലെ തന്നെ A2 ഞാനൊരു 500 വെച്ചു. A3 ഞാനൊരു 700 വെച്ചു. അതേപോലെ തന്നെ A4 ഞാൻ എന്ത് കൊടുത്തു, ഒരു 900 വെച്ചു. അതേപോലെ തന്നെ A5 ഞാൻ എത്ര വെച്ചു, ഒരു 1000 വെച്ചു അല്ലേ. ഓക്കെ, 1000 വെച്ചു. ഇനി ഞാനിവിടെ പ്രിന്റ്എഫിൽ പോയിട്ട് പ്രിന്റ്എഫിൽ ഞാൻ എന്ത് കൊടുത്തു, %d എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തു, A5 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. കേർലി സെമിക്കോളൻ മിസ്സിങ്, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തൊരു ഇൻറ്റ് A0, 1, 2, 3 ഇൻറ്റ്, ഓക്കെ ഒരു മിനിറ്റ്, ഇൻറ്റ് A4 ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. %d ഇൻറ്റ്, ഓക്കെ സോറി പ്രിന്റ്എഫിന് ഇൻഡെഫ് എന്നാണ് കൊടുത്തേട്ടോ, സോറി പ്രിന്റ്എഫ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. കണ്ടില്ലേ 900. A5 കൊടുത്താലോ, ഇവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, A5 അസൈൻ 1000. ഓക്കെ, കണ്ടില്ലേ 1000 വന്നു. ഇനി ഞാനിവിടെ എന്ത് ചെയ്തു, A6 കുറച്ച് വാല്യൂ വയ്ക്കാം. A6 ഞാൻ എന്ത് കൊടുത്തു, ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഇവിടെ A6 കൊടുത്തു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ സോറി കണ്ടില്ലേ, സ്റ്റാക്ക് സ്മാഷിംഗ് ഡിറ്റക്റ്റഡ് ടെർമിനേറ്റർ ഉണ്ട്. എന്നിട്ട് സൈസ് എത്രയാണ്, ലിമിറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് 5 ആണ്. ഇവിടെ നോക്കി നോക്കൂ, 6, 0, 1, 2, 3, 4, 5 വരെയാണ് നമുക്ക് അതിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളൂ അല്ലേ. കാരണം നമ്മളിവിടെ 5 കൊടുത്തിരിക്കുന്നത്, അതിന്റെ പുറത്തേക്ക് പോയി എന്ത് ചെയ്യും, അത് ഡിക്റ്റേറ്റ് ചെയ്യില്ല, കാരണം അത്രയാണ് അതിന് മെമ്മറി സ്പേസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 5 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 100 എന്ന് പറഞ്ഞ വാല്യൂവിനെ 0th പൊസിഷനിലും, 300നെ ഫസ്റ്റ് പൊസിഷനിലും, 500നെ സെക്കൻഡ് പൊസിഷനിലും, 700നെ തേർഡ് പൊസിഷനിലും, 900നെ ഫോർത്ത് പൊസിഷനിലും, 1000ന്റെ ഫിഫ്ത്ത് പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാസിന് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ അറയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക.
ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് അല്ലേ? നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ ആറുടെ ലിമിറ്റ് നമ്മളൊരു 10 അല്ലെങ്കിൽ ഒരു 20 ഒരു 100 ഒക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും ഡാറ്റാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച ഫോർ ലൂപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് അറയിലത്തെ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാൻ നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻറ്റ് എ ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അല്ലെങ്കിൽ ഒരു ഇൻറ്റ് എ ഓഫ് 100 എന്ന് കൊടുത്തു. ഒരു ലിമിറ്റ് ഓക്കെ. നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാനൊരു ലിമിറ്റ് ആയിട്ട് ഒരു 100 കൊടുത്തു എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 100 വാല്യൂസിനെ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഞാനിവിടെ പ്രിന്റ് എഫിൽ യൂസർ എടുത്ത് പറയാണ്. എന്താ പറയണത്? എൻ്റർ ദ നമ്പർ, എൻ്റർ ദ വാല്യൂസ്, എൻ്റർ ദ വാല്യൂസ് കൊടുത്തു. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? യൂസർ എൻ്റർ ദ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് വാല്യൂസ് ടൈപ്പ് ചെയ്യും. ഓക്കെ, അവർക്കൊരു ലിമിറ്റ് കൊടുക്കാം. എൻ്റർ ദ ഒരു 5 വാല്യൂസ് കൊടുത്തു. ഓക്കെ, ഒരു 5 വാല്യൂസ് അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ലിമിറ്റ് 100 കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 5 വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് സ്കാൻഎഫ്, സ്കാൻഎഫിൽ %d എന്ത് കൊടുത്തു? നമുക്ക് ആ ഒരു വാല്യൂസിനെ നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന വാല്യൂസിനെ എല്ലാം എന്ത് ചെയ്യണം? വാങ്ങണം. ഓക്കെ, അപ്പോൾ ഓരോരോ പൊസിഷനിലേക്കല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, 0th പൊസിഷനിൽ, ഫസ്റ്റ് പൊസിഷനിൽ, സെക്കൻഡ് പൊസിഷനിൽ ഇങ്ങനെയല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് ഒരു ഫോർ ലൂപ്പ് ഇട്ടു. ഓക്കെ, ഒരു ഫോർ ലൂപ്പിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം ഇൻറ്റ് ഐ. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് ഫോർ ലൂപ്പിൽ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ നമുക്ക് 5 വാല്യൂസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 4 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? 5 വാല്യൂസ് ആണ് നമ്മൾ 4 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് കൊടുത്തു? ഐ പ്ലസ് പ്ലസ് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു? സ്കാൻഎഫിൽ %d ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഈ ഒരു കോഡ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. %d ഞാൻ എന്ത് കൊടുത്തു? എ ഓഫ് ഐ എന്ന് കൊടുത്തു. എ ഓഫ് ഐ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു? ഞാൻ പ്രിന്റ് എഫിൽ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എൻ്റർ ദ വാല്യൂസ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം? ഫോർ ലൂപ്പിൽ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 4, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം? പ്രിന്റ് എഫിൽ വന്നു. പ്രിന്റ് എഫിൽ %d ഞാൻ എന്ത് കൊടുത്തു? എ ഓഫ് ഐ. ഇനി ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചേക്കാം എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരാമെന്ന്. ജസ്റ്റ് സ്കാൻ ചെയ്തു. ഇവിടെ നമുക്ക് സ്കാൻഎഫിൻ്റെ ഇവിടെ എന്തൊരു എറർ വന്നിട്ടുണ്ട്. സ്കാൻഎഫ് %. ഓക്കെ, ഇവിടെ നമ്മൾ ആംപർസൻഡ് സൈൻ സ്കാൻ ഇടുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആംപർസൻഡ് സൈൻ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്കാൻഎഫ് ഇടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ആംപർസൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യണം. സ്കാൻഎഫിന് പ്രിന്റ് എഫിന് എന്ത് വേണ്ട? ആംപർസൻഡ് വേണ്ട. ഓക്കെ, ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്തോണ്ടല്ലേ. എൻ്റർ ദ 5 വാല്യൂസ്. ഞാൻ വാല്യൂസ് ടൈപ്പ് ചെയ്തു. 54, 98, 23, 65. കണ്ടില്ലേ? എൻ്റർ ദ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ ഒന്നും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയൊരു സ്ലാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എങ്കിലും നമ്മൾ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. എൻ്റർ ദ 5 വാല്യൂസ്. 40, 25, 35, 87. കണ്ടില്ലേ? നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂസ് അവർ നമുക്ക് കാണിച്ചു തന്നു. എൻ്റർ ദ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഈ കോഡ് എടുക്കാം. ഓക്കെ, നമ്മൾ അറേ എന്തിനാണ് യൂസ് ചെയ്യണത്? ഒന്നിൽ കൂടുതൽ ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് 100 ഇട്ട് കൊടുക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 4 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ലിമിറ്റ് ഒരു 100 ഇട്ട് കൊടുത്തു എന്ന് മാത്രം. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനിവിടെ ഇൻറ്റ് ഐ രണ്ടാമതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നോക്കി നോക്കൂ, പ്രിന്റ് എഫിൽ എൻ്റർ ദ 5 വാല്യൂസ്. നമ്മൾ യൂസറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു 5 വാല്യൂസ് എൻ്റർ ചെയ്യാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻ്റർ ദ 5 വാല്യൂസ്. കണ്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? യൂസർ ഒരു 5 വാല്യൂസ് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഈ 5 വാല്യൂസ് ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ എവിടെ ചെയ്യണം? ഈ അറയുടെ 0th പൊസിഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു ഇമാജിൻ ചെയ്യാം. അറേ എന്ന് പറഞ്ഞ ഒരു ഷെൽഫാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഷെൽഫിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്, ഷെൽഫിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോരോ ഐറ്റംസ് വയ്ക്കും. ആദ്യം എടുക്കുന്ന ഐറ്റംസ് എന്ത് ചെയ്യും? ആ ഒരു ഷെൽഫിന്റെ 0th അറയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ 0th കള്ളിയിലായിരിക്കും വെക്കുക. രണ്ടാമത് കൊടുക്കുന്നത് എന്തായിരിക്കും വരിക? അതിന്റെ ഫസ്റ്റ് കള്ളിയിലായിരിക്കും വെക്കുക. ഓക്കെ, അപ്പോൾ 0th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 5 ഐറ്റംസ് ഉണ്ടെങ്കിൽ 0, 1, 2, 3, 4 ഇതാണ് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ 0 ആണ്. 0 ലെസ് ദാൻ 4. കണ്ടീഷൻ കറക്റ്റ് ആണോ? കണ്ടീഷൻ കറക്റ്റ് ആണ്. കണ്ടീഷൻ കറക്റ്റ് ആയി എന്ത് ചെയ്യും? ആദ്യം യൂസർ കൊടുക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യും? എ ഓഫ് 0, ഐയുടെ വാല്യൂ എത്രയാണ്? 0, 0യിലേക്ക് ആഡ് ആവും. ശേഷം നോക്കി നോക്കും, വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ എത്രയാണ്? 1 ലെസ് ദാൻ 4. കണ്ടീഷൻ കറക്റ്റ് അല്ലേ?
അടുത്ത യൂസർ കൊടുക്കുന്ന വാല്യൂ എ ഓഫ് 1 ഫസ്റ്റ് പൊസിഷനിൽ സ്റ്റോർ ആവും. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ 14 എന്ന് പറഞ്ഞ വാല്യൂ എ ഓഫ് 0th പൊസിഷനിലും 25 എന്ന് പറഞ്ഞ വാല്യൂ എ ഓഫ് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. വീണ്ടും എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ 2 ആയി, 2 ലെസ് ദാൻ 4 കണ്ടീഷൻ കറക്റ്റ് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, എ ഓഫ് 2 മൂന്നാമത്തെ വാല്യൂ എ ഓഫ് 2 സ്റ്റോർ ചെയ്ത് വെക്കുക. 35 എന്ന് പറഞ്ഞ വാല്യൂ എവിടെ ചെയ്തിരിക്കുന്നത്, എ ഓഫ് 2 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 3 ആയി. ഓക്കെ, 3 ലെസ് ദാൻ 4 കണ്ടീഷൻ കറക്റ്റ് അല്ലേ, കണ്ടീഷൻ കറക്റ്റ് ആണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഇവിടെ എ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, കണ്ടില്ലേ ഇവിടെ എ ഓഫ് ഐ. അപ്പൊ എന്ത് ചെയ്തു, എ ഓഫ് തേർഡ് പൊസിഷനിൽ എന്ത് ചെയ്തു, ഇവിടെ 87 എന്ന് പറഞ്ഞ വാല്യൂ തേർഡ് പൊസിഷനിൽ വന്നു. വീണ്ടും എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി എന്ത് ചെയ്തു, ഇവിടെ 4 ആയി, 4 ലെസ് ദാൻ 4 കണ്ടീഷൻ ഫോൾസ് ആയി എക്സിറ്റ് ചെയ്തു. ഇവിടെ എൻ്റർ ദ 4 നമ്പർ കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, എൻ്റർ ദ 4 നമ്പർ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ 4 നമ്പർ എന്ത് ചെയ്തു, നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങി. അതിനുശേഷം എന്ത് കൊടുത്തു, യുവർ എൻ്റർ ദ വാല്യൂസ്, നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ്. അപ്പൊ നമ്മൾ എ ഓഫ് 0 14 എന്ന് പറഞ്ഞ നമ്പറും എ ഓഫ് 1 25 എന്ന് പറഞ്ഞ നമ്പറും എ ഓഫ് 2 35ഉം എ ഓഫ് 3 87 ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ യൂസർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് പ്രിന്റ് എഫില് യു ആർ എൻ്റർ ദ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഇട്ടു. ഫോർ ലൂപ്പില് ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 4, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ 0 ആയി, 0 ലെസ് ദാൻ 4 ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. പ്രിന്റ് എഫിൽ എന്ത് എടുത്തു, പെർസെന്റേജ് ഡിയിൽ എ ഓഫ് 0, എ ഓഫ് 0 നമ്മൾ എന്താ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചേർന്നത്, 14 എന്ന് പറഞ്ഞ വാല്യൂസ് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, അവിടെ 14 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. വീണ്ടും എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 1 ആയി, 1 ലെസ് ദാൻ 4 കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് 1 നമ്മൾ എത്ര സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, 25 ആണ്. അപ്പൊ എന്ത് ചെയ്തു, 25 പ്രിന്റ് ആയി. അതിനുശേഷം എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 2 ആയി, 2 ലെസ് ദാൻ 4 കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. കണ്ടീഷൻ കറക്റ്റ് ആയി എന്ത് ചെയ്തു, എ ഓഫ് 2 നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 35 കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, 35 പ്രിന്റ് ആയി. വീണ്ടും എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി, 3 ആയി, 3 ലെസ് ദാൻ 4 കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് തേർഡിൽ എന്ത് ചെയ്തു, 87 വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, 87 വന്നു. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഫൈനലി 87 വന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു കോഡ് അറയിൽ ഇങ്ങനെയാണ് വാല്യൂ വെക്കുക. ഇനി നമ്മളിത് അറയിൽ നമ്മൾ വാല്യൂ വെച്ചു, അറയിൽ നമ്മൾ ഡിസ്പ്ലേ സ്റ്റോർ ചെയ്ത വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തെടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഞാനിത് ഈ ഒരു പോർഷൻസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ 5 വാല്യൂസ് കൊടുത്തു, ഇവിടെ 5 വാല്യൂസ്, ഇവിടെ 5. ഓക്കെ, ഒന്നും കൂടി ഞാനിത് ഒരു വട്ടം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് മുതൽ ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്തത് അറേ എന്ന് പറഞ്ഞ എന്താണ്, മൾട്ടിപ്പിൾ ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ എ എന്ന് പറഞ്ഞ ഈ ഒരു അറേക്ക് ഞാൻ ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് 100 എന്ന് പറഞ്ഞത്. അത് 100 എന്നാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലിമിറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 100 എന്നും ഒരു മിനിമം ഇട്ട് കൊടുക്കുന്നത് മാത്രം. ഓക്കെ, ഇനി ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഒരു 10 നമ്പറോ 20 നമ്പറോ അടിക്കണമെങ്കിൽ അവിടെ അത്രയും സ്റ്റോറേജ് സ്പേസ് അത്ര ഇട്ടുന്ന് മാത്രം. അതിനുശേഷം എന്ത് ചെയ്തു, നെക്സ്റ്റ് ഇൻഡ് ഐ, ഒരു വേരിയബിൾ, അടുത്ത് ഐ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് എഫില് എൻ്റർ ദ 5 വാല്യൂസ്. അപ്പൊ എന്ത് ചെയ്യും, ഇവരിവിടെ 5 വാല്യൂസ് ചോദിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, എൻ്റർ ദ 5 വാല്യൂസ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ഈ 5 വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസർ എന്ത് ചെയ്യും, വാല്യൂസ് ടൈപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം ഒരു വാല്യൂ ടൈപ്പ് ചെയ്തു, 50 എന്ന് പറഞ്ഞ വാല്യൂ, എൻ്റർ അടിച്ചു. അപ്പൊ ഈ 50 എന്ന് പറഞ്ഞ വാല്യൂ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് വെച്ചാൽ, ഫോർ ലൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അറേയിൽ ഓരോരോ പൊസിഷനിലേക്കാണ് ഓരോ വാല്യൂ അസൈൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അവിടെ ലൂപ്പായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഫോർ ലൂപ്പ് ഇട്ടത്. ഫോർ ഐ അസൈൻ 0, ഐ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്ത് ചെയ്തു, 0 എന്ന് പറഞ്ഞ വാല്യൂനെ അസൈൻ ചെയ്തു. അതിനുശേഷം നോക്കി നോക്കൂ, ഐ ലെസ് ദാൻ 5, 0 ലെസ് ദാൻ 5 ആണോ ചെക്ക് ചെയ്തു. കണ്ടീഷൻ കറക്റ്റ് അല്ലേ, കണ്ടീഷൻ കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ യൂസർ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത 15 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്തു, എ ഓഫ് 0th പൊസിഷനിൽ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. അപ്പോൾ എ ഓഫ് 0th പൊസിഷനിൽ എന്ത് ചെയ്തു, 50 എന്ന് പറഞ്ഞ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്തത്. അതിനുശേഷം ഐയുടെ വാല്യൂ എന്ത് ചെയ്തു, ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ എത്രയായി, 1 ആയി, 1 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അടുത്ത നമ്പർ ടൈപ്പ് ചെയ്തു 24. അപ്പൊ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് പൊസിഷനിൽ 1 ആണ് ഇപ്പൊ ഐയുടെ വാല്യൂ. ഇവിടെ എന്ത് ചെയ്തു, എ ഓഫ് 1ൽ എന്ത് ചെയ്തു, 24 എന്ന് പറഞ്ഞ വാല്യൂ ആണ് എന്ത് ചെയ്ത് വന്നത്, ഫസ്റ്റ് പൊസിഷനിലേക്ക് വന്നത്. വീണ്ടും എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ എന്തായി, 2 ആയി, 2 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, എ ഓഫ് 2ലേക്ക് എന്ത് ചെയ്തു, ഞാൻ നെക്സ്റ്റ് വാല്യൂസിന് എന്ത് ചെയ്തു, ഞാൻ സ്റ്റോർ ചെയ്തു. വീണ്ടും എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ എന്ത് ചെയ്തു, 1 ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 3 ആയി, 3 ലെസ് ദാൻ 5 ആണോ, 3 ലെസ് ദാൻ 5 ആണ്, കണ്ടീഷൻ കറക്റ്റ് ആണ്. കണ്ടീഷൻ കറക്റ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, എ ഓഫ് 3ലേക്ക് ഞാൻ എന്ത് ചെയ്തു, അടുത്ത വാല്യൂസിനെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്ത് വെച്ചു. അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, ആ ഇൻക്രിമെന്റ് ഐയുടെ വാല്യൂ 4 ആയി, 4 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് 4ലേക്ക് എന്ത് ചെയ്തു,
ഞാൻ അടുത്ത വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, വീണ്ടും എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 5 ആയി, 5 <5, കണ്ടീഷൻ ഫോൾസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ആ വാല്യൂന് കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്തു, ഇത്രയും വാല്യൂനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. 15 എന്ന് പറഞ്ഞ വാല്യൂവിനെ എ ഓഫ് 0th പൊസിഷൻ എന്ന് വെച്ചാൽ അറയുടെ 0th പൊസിഷനിലും, 24നെ ഫസ്റ്റ് പൊസിഷനിലും, 32നെ സെക്കൻഡ് പൊസിഷനിലും, 80നെ തേർഡ് പൊസിഷനിലും, 100നെ ഫോർത്ത് പൊസിഷനിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഈ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഒരു അറയിലെ ഓരോരോ ഇൻഡെക്സ് പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വാല്യൂസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് എഫിൽ യുവർ എൻ്റർ ദ വാല്യൂസ്, ഇത്രയും വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ 0th പൊസിഷനിൽ എന്ത് വെച്ചിട്ടുണ്ട്, 50 വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് പൊസിഷനിൽ 24 വെച്ചിട്ടുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ 32 വെച്ചിട്ടുണ്ട്, തേർഡ് പൊസിഷനിൽ 80, ഫോർത്ത് പൊസിഷനിൽ 100 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റ് എഫ്. അപ്പൊ നമുക്ക് ഇത്രയും 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ ലൂപ്പ് ഇടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫോർ ലൂപ്പ് ഇട്ടു, ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 5 എന്ന് വെച്ചാൽ 0 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്തു, പ്രിന്റ് എഫിലേക്ക് വരും. പ്രിന്റ് എഫിൽ വന്നിട്ട് എന്ത് ചെയ്തു, എ ഓഫ് 0th പൊസിഷൻ എന്താ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, 50 ആണ്. ആ 50 ആണ് നമുക്ക് ഇവിടെ പ്രിന്റ് ആയത്. വീണ്ടും എന്ത് ചെയ്യും, ഐ ഇൻക്രിമെന്റ് ആവും, ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും, 1 ആയിരിക്കും, 1 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് 1 എന്താ ഉള്ളത്, 24 ഉള്ളത്, അത് നമുക്ക് നെക്സ്റ്റ് പ്രിന്റ് ആയി. അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും ഐ ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 2 ആയി, 2 ലെസ് ദാൻ 5 കണ്ടീഷൻ കറക്റ്റ് ആണ്, കണ്ടീഷൻ കറക്റ്റ് ആണ്. എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് എ ഓഫ് 2 എന്ത് ചെയ്തു, 32 ഉണ്ട്, 32 പ്രിന്റ് ആയി. വീണ്ടും എന്ത് ചെയ്തു, ഐ ഇൻക്രിമെന്റ് ആയി, തേർഡ് ആയി, 3 ലെസ് ദാൻ 5 ആണോ, കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് തേർഡ് പൊസിഷനിൽ 80 ഉണ്ട്, അത് പ്രിന്റ് ആയി. വീണ്ടും ഇൻക്രിമെന്റ് എയുടെ വാല്യൂ 4 ആയി, 4 ലെസ് ദാൻ 5 ആയി, കണ്ടീഷൻ കറക്റ്റ് ആണ്. എ ഓഫ് ഫോർത്ത് പൊസിഷനിൽ എന്തിനാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, 100 ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് 100 എന്ന് പറഞ്ഞ വാല്യൂസ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു അറേ നമുക്ക് വർക്ക് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡാറ്റാസിനെ ഒരു വേരിയബിളിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാം, ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാം, പ്രിന്റ് എഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത വാല്യൂസ് നമുക്ക് എങ്ങനെ എടുക്കാം. ഇന്ന് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ഇന്നെടുത്ത ടോപ്പിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി നോക്കാം. ഓക്കെ, ഞാൻ ഇത് വെച്ചിട്ട് ഒരു ടാസ്ക് നിങ്ങൾ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. നമ്മളിപ്പോ ഇഫ് സ്റ്റേറ്റ്മെന്റും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചെയ്തതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു അറേ എടുത്തു. ഈ ഒരു അറേയിൽ യൂസർ കൊടുത്ത നമ്പറിൽ ഈവൺ നമ്പർ ഏത്, ഓഡ് നമ്പർ ഏത്, ലാർജസ്റ്റ് നമ്പർ ഏത്, പ്രൈം നമ്പർ ഏത്, അങ്ങനെ നിങ്ങൾ യൂസർ കൊടുക്കുന്ന വാല്യൂസിൽ പ്രൈം നമ്പറിനെ കണ്ടുപിടിക്കുക. നമ്മൾ ഇതുവരെ എടുത്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡാറ്റ ടൈപ്സും അതേപോലെ ഫോർ ലൂപ്പ്, വൈൽ, ഡു വൈൽ, പിന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്, അറേ ആണ്. നമ്മൾ ലാസ്റ്റ് എടുത്തതാണ് അറേ. ഇന്നെടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എപ്പിസോഡിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ക്യാരക്ടർ എടുത്തിട്ടില്ല. അറേയിൽ നമുക്ക് ഈ അറേ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗ്ഷൻസ്. ആ ഫംഗ്ഷൻസിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇത്രയും നമുക്ക് പഠിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ആദ്യം തൊട്ടിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പ്രിന്റ് എഫ്, സ്കാൻ എഫ് എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, അവിടുന്ന് തൊട്ടിട്ട് നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നമുക്ക് റിഫ്രഷ് ചെയ്ത് വരാം. ആ റിഫ്രഷ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോർഷൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെയാണ് അതിന്റെ കോർ കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻസും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഈ സി പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.